ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷൂസ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹമില്ലാത്തവർ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ എല്ലാവരും എല്ലാം ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമുള്ള മുത്തുമണികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ അമ്പലത്തിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് മടങ്ങുന്ന സമയം, അപ്പോൾ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം, എൻ്റെ പേര് ഐശ്വര്യ, കഥയിലുള്ള പേരാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അമ്പലത്തിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 12 മണി, അതായത് 1 മണിൻ്റെയും 12 മണിൻ്റെയും നടുവിലുള്ള സമയത്ത് ഞാൻ അമ്മച്ചിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി വരികയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകണം. ഇന്ന് എല്ലാവരും എൻ്റെ വീട്ടിൽ, അമ്മച്ചിയുടെ വീട്ടിലാണ് കിടക്കുന്നത്. കാരണം അവിടെയാണ് നമ്മുടെ അമ്പലം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് നല്ല രീതിയിൽ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ വീട് തന്നെ വേണം എന്നൊരാഗ്രഹം. ഞാൻ അപ്പോൾ തന്നെ വീട്ടിൽ നിന്നും ആരും കാണാതെ അമ്മച്ചിയുടെ വീട്ടിൽ നിന്നും മെല്ലെ ചെരുപ്പൊക്കെ എടുത്ത് കെട്ടിവെച്ച് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി. ആ രാത്രി എന്ന് പറയുന്നത് നല്ല തണലും നല്ല തണുപ്പും നല്ല ഇളം കാറ്റുള്ള ഒരു രാത്രിയായിരുന്നു. എനിക്കതുപോലുള്ള രാത്രി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അത് ആസ്വദിച്ചിരിക്കുമ്പോൾ നല്ല മഴ പെയ്യുകയാണ്. അങ്ങനെ ഞാൻ മുഴുവനും ചണ്ടിയാവുകയാണ്. അതായത് എനിക്കൊട്ടും നല്ല രീതിയിൽ ചണ്ടിയായ പ്രശ്നമില്ലായിരുന്നു. ഇതെന്ന് പറയുന്നത് ഇളത്തിലുള്ള മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പല്ലൊക്കെ കടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാവത്തില്ലേ, രാവിലെയൊക്കെ ഒരു 6 മണി സമയങ്ങളിലൊക്കെ കുളിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീല്, അതുപോലെ എനിക്ക് നല്ല രീതിയിൽ മഴ പെയ്ത പ്രശ്നമില്ലായിരുന്നു. ഇത് നല്ല രീതിയിൽ തണുത്ത് എനിക്കാകെ വിറക്കാൻ തുടങ്ങി. എൻ്റെ പല്ലും ഒക്കെ തന്നെ ഞാൻ രണ്ട് രീതിയിൽ കടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ആശാരിപ്പീടിയ, അതിൻ്റെ ഉള്ളിലോട്ട് കയറി. മഴ കുറച്ച് കുറയുമ്പോൾ പോവാമെന്ന് വിചാരിച്ചു. പക്ഷേ ആശാരിപ്പീടിയൻ്റെ ഉള്ളിലോട്ട് മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കസാല ഞാൻ കമിഴ്ത്തി വെച്ച്, അതായത് കസാലയുടെ സീറ്റ് ഇങ്ങനെ ആവുന്ന രീതിയിൽ, കസാലേൻ്റെ കാല് മീത്തോട്ടാവുന്ന രീതിയിൽ ഞാൻ അവിടെ മഴ പോകുന്നത്. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് ബോധമില്ലാത്ത രീതിയിലായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ വേഗം തന്നെ മഴ പോയ ഉടനെ അവിടെ ആ കസാലയും വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചു. അവിടെ ഒരു CC ക്യാമറ ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് പോകാൻ പ്ലാൻ എന്ന് വെച്ചാൽ, എൻ്റെ അപ്പുറത്തെ വീട്ടിൽ സ്കൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂട്ടിക്ക് ഏത് ചാവി ഇട്ടാലും തുറവും എന്നുള്ള രീതിയിലൊരു സ്കൂട്ടിയായിരുന്നു. അപ്പോൾ അതെടുത്ത് പോവാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലുള്ള ഏതോ ഒരു ചാവി എടുത്ത് ആ സ്കൂട്ടിയുടെ അടുത്തോട്ട് പോയി. ആ സ്കൂട്ടിയിലിട്ട് തിരിക്കുമ്പോൾ സ്കൂട്ടി ഓണാവുന്നില്ല, അതായത് ഈ ചാവി അതിനോട്ട് വറക്കാന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇത് അവർ ശരിയാക്കി കാണും, കാരണം ഈ സ്കൂട്ടി അങ്ങനെ ഓണാവേണ്ടതല്ല. അപ്പോൾ അവർ രാവിലെ ചോദിച്ചാൽ ഞാൻ 7 മണിക്ക് പോയി എന്ന് പറയാമെന്നാണ് വിചാരിച്ചത്. പാതിരാത്രി പോയാൽ മാത്രമേ അവർക്ക് ദേഷ്യം വരും. അങ്ങനെ ഞാൻ ചാവി എടുത്ത് തിരിക്കാൻ നോക്കുമ്പോൾ എങ്ങനെയും ഓണാവുന്നുണ്ടായിരുന്നില്ല, അതായത് ചാവി തിരിയുന്നുണ്ടായിരുന്നില്ല. അവർ ആ ചാവി നേരാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ വേഗം തന്നെ ആ ചാവി എടുത്ത് അതിനുള്ളിൽ വെച്ച് ഞാൻ വീണ്ടും റോട്ടിൽ വേറെ ആരെങ്കിലും കാണുമോ എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും നല്ല മഴ പെയ്തു. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ ചണ്ടിയായി. അങ്ങനെ ഞാൻ ഈ മഴയൊക്കെ പോയപ്പോഴും എൻ്റെ മുടിയും എല്ലായിടത്തുനിന്നും വെള്ളം മുറ്റുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ റോട്ടിലോട്ട് വീണ്ടും ഇറങ്ങി. അപ്പോൾ ഒരു ബ്ലൂ കളർ ബലാനോ വരികയാണ്. ഞാൻ ആ ബലാനക്ക് ഒന്ന് കൈ കാട്ടണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പോവാൻ നേരം ഞാൻ വേഗം ഇങ്ങനെ കൈയാട്ടുകയാണ്. അപ്പോൾ ആ ബലാനോ മൈൻഡാക്കാതെ പോയി എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പെട്ടെന്ന് കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ട് ആ കാറിന്ന് എത്തിച്ചു. നല്ല ഇരുട്ടും റോഡിലൊന്നും ആരും ഇല്ലാത്തൊരു അന്തരീക്ഷം. അങ്ങനെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ ആവശ്യമാണല്ലോ, രണ്ടും കൽപ്പിച്ച് എന്ന് വിചാരിച്ച് ഞാൻ ആ കാറിലോട്ട് കയറിയിരിക്കാൻ വിചാരിച്ചു. ഞാൻ വിചാരിച്ചു കുറച്ച് പ്രായമുള്ള ആളാണെങ്കിൽ ഇരിക്കണ്ട എന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ ഞാൻ ബാക്കിൽ ഇരിക്കേണ്ട ആ കാറിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഡോർ ഒന്ന് പതുക്കെ തുറന്നു. എന്നിട്ട് ഞാൻ കുനിഞ്ഞ് ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്കതിൽ കണ്ടത് നല്ലൊരു പയ്യനായിരുന്നു. അതായത് കാണാൻ നല്ല ചുരുള മുടിയും നല്ല വെളുത്തിട്ടും കൈക്കൊക്കെ നല്ല ചരടൊക്കെ കെട്ടിയ എനിക്ക് വേണ്ട പോലുള്ള ഒരു പയ്യൻ. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ ലഡു പൊട്ടുകയാണ്. ഞാൻ വേഗം ഡോറ് തുറന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ചണ്ടിയായിട്ടുണ്ട്, പ്രശ്നമില്ലാലേ? അയ്യോ പ്രശ്നമില്ല, വാ കയറി, എവിടെയാ പോവേണ്ടേ? അത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഞാൻ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ അവൻ്റെ കൂടെ ഇരുന്നു.
അങ്ങനെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഞാൻ കാറിന്റെ ഡോർ അടച്ചു. എന്നിട്ട് കാറിനുള്ളിലാണെങ്കിൽ നല്ല തണുപ്പും നല്ല പാട്ടും. പാട്ടെന്ന് വെച്ചാൽ കേട്ട് കഴിഞ്ഞാൽ ഉറക്ക് വരുന്ന രീതിയിലുള്ള നമ്മുടെ വേണ്ടാത്ത ചിന്തകളിലും, അതായത് സങ്കടത്തിലോട്ടൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു പാട്ടും. എനിക്ക് അങ്ങനെയുള്ള പാട്ടൊക്കെ ആസ്വദിക്കാൻ വലിയ താല്പര്യമാണ്. ഞാൻ ആ പാട്ടൊക്കെ, എനിക്ക് പാട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ അത്രക്കും തണുപ്പുണ്ടായിരുന്നു ആ കാറിൽ. ഞാൻ ആ കാറിൽ എങ്ങനെ ഇരുന്ന് എങ്ങനെ വീട്ടിലെത്തി എന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ നല്ല തണുപ്പായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ഞാൻ പോകുന്ന വഴിക്ക് അവിടെ റെയിൽവേ ഗേറ്റ് ക്ലോസ് ആയിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് നല്ല പേടി വന്നു. കാരണം ഞാൻ എൻ്റെ വീട്ടിലറിയാതെയാണല്ലോ ഇറങ്ങി വന്നത്. അപ്പോൾ എനിക്കൊന്ന് പേടിയായി ഇവനോട് അവിടെ നിൽക്കണ്ട, ഇങ്ങനെ ഞാൻ അവനോട് ഇത് അവിടെ നിൽക്കണ്ട, ഞാൻ വീട്ടുകാർ അറിയാതെയാണ് എൻ്റെ വീട്ടിലോട്ടേക്ക് പോകുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഇവനോട് എങ്ങനെ പറയും? ഇവൻ ഇനി എന്നെക്കുറിച്ച് വേറെ എന്തെങ്കിലും വിചാരിക്കുമോ? ഞാൻ എന്തിനാണ് വീട്ടിൽ പോകുന്നത് എന്ന് വേണ്ടാത്ത ചിന്തകളൊക്കെ ഇവൻ്റെ മനസ്സിൽ വരും. വേണ്ട, ഇവനോടൊന്നും പറയണ്ട. അങ്ങനെ ഞാൻ ഇവനോട് പറഞ്ഞു, ഒന്ന് ആ കാറ് ആ കിളയിലോട്ട് ഒന്ന് എടുക്കുമോ, അതായത് ഒരു ഇടവഴി, ആ ഇടവയിലോട്ട് ഒന്ന് എടുക്കുമോ എന്ന് പറയുമ്പോൾ അവൻ എന്നെ ഒന്ന് നോക്കി. അപ്പോൾ ഞാൻ അവനെ നോക്കി. അവൻ വിചാരിച്ചു ഇവൾ എന്തിനുള്ള പുറപ്പാടാണാവോ. പക്ഷേ അവന് അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട അവൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും ഞാൻ വിചാരിച്ചു അവൻ ചിലപ്പോൾ എടുക്കില്ല എന്ന്. പക്ഷേ അവൻ ആ കാറ് തിരിച്ച് ഞാൻ പറഞ്ഞ ആ കിളയിലോട്ടേക്ക് ആ വണ്ടി എടുക്കുകയാണ്. അവന്റെ മനസ്സിൽ ലഡു പൊട്ടി. പക്ഷെ എന്റെ മനസ്സിൽ ആ അപകടത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ആരെങ്കിലും കണ്ടാ പിന്നെ അത് അവിടെ തീർന്നു. ഒട്ടും കൂളിംഗ് ഇല്ലാത്ത കാറായിരുന്നു. അവൻ നല്ല സത്യസന്ധനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വാടക കാറോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഇടയിലോട്ട് എടുത്ത് അവിടെ വണ്ടി നിർത്തി. എന്നിട്ട് പെട്ടെന്ന് ഞാൻ പിറകിലോട്ട് നോക്കുമ്പോൾ എൻ്റെ ഏട്ടൻ്റെ സുഹൃത്തിനെ കണ്ടു. അപ്പൊ തന്നെ എൻ്റെ കിളി പോയി. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ ഏട്ടൻ്റെ ചങ്ങായിയാണത്, എനിക്ക് നല്ല രീതിയിൽ പേടിയാവുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, നീ എന്തിനാ പേടിക്കുന്നേ? നീ ഒരു ലിഫ്റ്റ് ചോദിച്ചു, ഞാനൊരു ലിഫ്റ്റ് തന്നു. അത് പിന്നെ എൻ്റെ അമ്മക്കും എൻ്റെ വീട്ടുകാർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല. ഞാൻ വേറൊരുത്തൻ്റെ കൂടെ രാത്രി വന്നേ എന്ന് പറഞ്ഞതിന് വെറുതെ വിടില്ല, എനിക്ക് നല്ല പേടിയാവുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ എന്നൊരു ഐഡിയ ചെയ്, നീ ആ സീറ്റ് താത്തിയിട്, എന്നിട്ട് അവിടെ ഒന്ന് ചാരിക്കെടുക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ അവൻ്റെ മുഖത്തോട്ട് ഒന്ന് സഹതാപത്തിൽ നോക്കി, ഇനി എന്ത് ചെയ്യും? അപ്പോൾ അവൻ പറഞ്ഞു, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്. അങ്ങനെ ഞാൻ അവനോട് ചോദിച്ചു, സീറ്റ് എങ്ങനെയാണ് താത്തണ്ടേ? അപ്പോൾ പറഞ്ഞു, ഇപ്പുറത്തെ സൈഡ് ഒരു വടി പോലുള്ള സാധനം ഉണ്ടാവും, അതൊന്ന് പിടിച്ച് മുകളിലോട്ട് പൊന്തിച്ച് ഒന്ന് നീ ചാരി ഇരുന്ന സീറ്റ് തെനിയെ താഴോട്ട് പോകുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവൻ പറഞ്ഞ പ്രകാരം സീറ്റിൻ്റെ ഇടയിലോട്ട് കൈയിട്ട്, എനിക്ക് അവിടെ ഒരു വടിയും ഒരു ഇരുമ്പും ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ഒന്ന് വേഗം, എനിക്ക് വേഗം പറഞ്ഞതാ എന്നൊക്കെ പറയുമ്പോൾ അവൻ അവൻ്റെ സീറ്റ് ബെൽറ്റ് ഊരി എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ ഈ സൈഡിലോട്ട് കൈയിട്ട് അത് പൊന്തിച്ച് എൻ്റെ സീറ്റ് താത്തി കൊടുക്കുകയാണ്. അവനെ അത് താത്തി അവൻ്റെ കാര്യം കഴിഞ്ഞു പോയി. ഞാൻ അവിടുന്ന് അവൻ താത്തിയത് ഓർത്ത് എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവനെ എനിക്ക് താത്തി തന്നതും ഒക്കെ ചിന്തിച്ചു പോവുകയാണ്. പെട്ടെന്ന് ഞാൻ ബാക്കിലോട്ട് പോയതും ഒക്കെ തന്നെ എനിക്ക് എൻ്റെ നെഞ്ഞ് കിടുകിടാ വരക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിലുള്ള എല്ലാ രോമവും എല്ലാം തന്നെ രോമാഞ്ചം വന്ന് പൊന്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം തന്നെ ഞാൻ അവനോട് പറഞ്ഞു, പുറകിലുള്ള അദ്ദേഹം പോയോ എന്ന് നോക്കൂ. അപ്പോൾ അവൻ പറഞ്ഞു, ആ ഗേറ്റ് തുറന്നിട്ടുണ്ട്, എല്ലാവരും പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നമുക്ക് ഈ ഇടയിൽ നിന്നും കാറെടുത്ത് പോവാം. ഞാൻ ഇന്നെൻ്റെ വീട്ടിൽ ഒറ്റക്കാണ്. അപ്പോൾ വീട്ടിനടുത്തുള്ള ആരെങ്കിലും കണ്ടാൽ അതും അതിനും കാട്ടിയും സീനാവും. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എനിക്ക് വീണ്ടും ആ സീറ്റ് പൊന്തിച്ച് തന്നു. എന്നിട്ട് എനിക്ക് സീറ്റ് ബെൽറ്റും വിട്ടു. അവനും സീറ്റ് ബെൽറ്റ് ഇട്ട് കാർ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വീണ്ടും പോവുകയാണ്. അങ്ങനെ എൻ്റെ വീടെത്തുകയാണ്. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ ഒറ്റക്കാണ്. അപ്പോൾ അവൻ പറഞ്ഞു, നിനക്ക് പേടിയൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാണ്, എനിക്ക് എൻ്റെ അവിടെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവൻ ചോദിച്ചു, എന്താണ്? അപ്പോൾ ഞാൻ എൻ്റെ അമ്മാവൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം കാരണം എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് അത്ര ധൃതിയിൽ ഞാൻ ഇവിടെ വന്നത് എന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു. അവന് മനസ്സിലായി എൻ്റെ സിറ്റുവേഷൻ. അവൻ എൻ്റെ ഭാഗത്ത് എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നു. അപ്പോൾ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഈ നമ്പർ ഞാൻ ഈ ഗ്രൂപ്പിൽ, ഒരു ഗ്രൂപ്പ് ഉണ്ട്, കഥയിടുന്ന ഗ്രൂപ്പാണ്. വീഡിയോ കോള്, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിംഗ്, റിയൽ മീറ്റിംഗ് ഒക്കെയുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ 500 പേ ചെയ്താൽ നിങ്ങൾ ഞാൻ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതൊരു അടിപൊളി ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, കേറിയ സാധനം അതുപോലുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്നെയും
കഥയും എൻ്റെ വീഡിയോസും ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കഥയും ഇതിൻ്റെ ബാക്കി കഥയുമായിട്ട് ഞാൻ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനലിൻ്റെ ആ കമൻറ്റ് ബോക്സിൽ സ്ക്രോൾ ചെയ്യുന്ന ഒരു ഹൈപ്പ് എന്നുള്ളൊരു സംഭവം ഉണ്ടാവും, അതൊന്ന് നെക്കാൻ മറക്കരുത്. ആ ഒരു ഉപകാരമെങ്കിലും എന്നോട് ചെയ്യണം. പിന്നെ ചാനൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിക്കുക ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.